ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും എടുക്കാം. കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണ്. ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിച്ചിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 കട്ട് ചെയ്തിട്ടുണ്ട്. അത് പുഴുങ്ങാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ശരിയായിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ട് 100 ഗ്രാം ശർക്കര എടുത്ത് അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായി ഉരുക്കി വന്നു കഴിഞ്ഞാൽ ഇത് അരിച്ചതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച പഴം മിക്സിയുടെ ഒരു വലിയ ജാറെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ നരച്ചെടുക്കുക. പഴം എടുക്കുമ്പോൾ നല്ലപോലെ പഴുത്ത പഴം തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും ഇത് നന്നായി വെന്ത് കിട്ടുക. നമ്മളുടെ ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം അരച്ചപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി മിക്സിക്കകത്തോട്ട് തന്നെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിനകത്ത് വെച്ച് മിക്സാക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം കട്ടകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം ഏതാണ്ട് വേണ്ടി വരും. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇത് നല്ല ലിക്വിഡായിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾക്കിത് ഒരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അരിപ്പൊടിയും ഏത്തപ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതിവിടെ ചെറുതായിട്ട് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇത് കുറച്ചും കൂടെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് തീ ഒന്നും കൂടെ കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇത് സൈഡിൽ നിന്നെല്ലാം നല്ലപോലെ വിട്ട് വരും. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂടായിരിക്കും ഇപ്പോൾ. ഇതിന് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഓൾറെഡി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും കൂടെ ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യമേ തന്നെ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് ഒരു പകുതി ഫ്രൈ ആകുമ്പം ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം തന്നെയാണ്. 1 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് വഴറ്റിയിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കണം. ഞാനിത് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റണം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. ചുക്കുപൊടി 1/4 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇത് 3ഉം ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയുടെ ഡിഷായതുകൊണ്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു വാസനയായിരിക്കും ഇപ്പം വരുന്നത്. ഏലക്കാപ്പൊടിയുടെയും ചുക്കുപൊടിയുടെയും ഒക്കെ നല്ലൊരു മണമായിരിക്കും വരുന്നത്. ഇപ്പം ഇത് ഏതാണ്ട് പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴവും കൂടി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്കിനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഇടിയപ്പം പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഈ മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുമാത്രമല്ല ദിവസം മുഴുവൻ ഇരുന്നാലും
നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ചില ബ്രാൻഡ് അരിപ്പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ലൂസായിട്ടാണ് ഇരിക്കുന്ന മാവെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടിയപ്പം പിഴിയുന്ന സമയത്ത് ഇത് മുറിഞ്ഞ് വീഴുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയി എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ അരിപ്പൊടി നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇടിയപ്പം ശരിയായിട്ട് പിഴിയാൻ പറ്റത്തില്ല. ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വാഴയിലയാണ് യൂസ് ചെയ്യുന്നത്. വാഴയിലക്കകത്ത് വെച്ച് ഉണ്ടാക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാഴയില ഇല്ല എങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചും ഉണ്ടാക്കാം. ഇനി ഇതൊരു സ്റ്റീമറിനകത്ത് വെച്ച് 10 മിനിറ്റ് വേവിക്കണം. അതോടെ നമ്മളുടെ ഇടിയപ്പം റെഡിയായി. ഇപ്പം ആദ്യത്തെ ട്രിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യമേ കുറച്ച് ഇടിയപ്പം പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ പിഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇത് വീഴുന്നത് കാണുമ്പോഴേ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയൊരു ഇടിയപ്പമായിട്ടും ഉണ്ടാക്കാം. ആദ്യം കുറച്ച് ഇടിയപ്പം പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിംഗ് ഒന്ന് പരത്തി വയ്ക്കുക. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ചും കൂടി ഇടിയപ്പം പിഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനുശേഷം ആവിയിൽ 10 മിനിറ്റ് വേവിക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരവിയ തേങ്ങ വെറുതെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ശർക്കരയിലൊന്നും വിളയിക്കാതെ വെറുതെ വെച്ച് കൊടുക്കാം. പക്ഷേ ശർക്കരയിൽ വിളയിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇടിയപ്പം നന്നാവാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട് പഴം നല്ലപോലെ പഴുത്തിരിക്കണം. നന്നായി പഴുത്ത പഴമാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക, നല്ല മധുരം ഉണ്ടായിരിക്കുക. പിന്നെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തത്. ചില അരിപ്പൊടിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. 1 കപ്പ് അരിപ്പൊടി വെച്ച് നമ്മൾക്ക് ഇത്രയും ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുമുണ്ട്. വലിയ ഇടിയപ്പമാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. ഓരോ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഴവും ശർക്കരയും തേങ്ങയെല്ലാം വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇത് തന്നെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ വാഴയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്